ഹലോ, ഈ വീഡിയോയിലൂടെ KG കുട്ടികളെ എങ്ങനെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ A തന്നെ എടുക്കാൻ പോവാണ്. ലെറ്റർ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സ്ലോപ്പ്, ലെഫ്റ്റ് സ്ലോപ്പ്, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കർവ് എന്നിവ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കേണ്ടതാണ്. അത് നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ഡോട്ട്സ് കൊടുത്തിട്ട് അതിൽ കണക്ട് ചെയ്യാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേറെ വേറെ തന്നെ ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇതിലൂടെ നമുക്ക് കുട്ടികളുടെ റൈറ്റിംഗ് സ്മൂത്താക്കാൻ സാധിക്കും. സോ നമ്മൾ ക്ലാസ്സിലേക്ക് എടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ലെറ്ററിനെ അതിൻ്റെ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ അതിൻ്റെ സൗണ്ടിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് റൈമിലൂടെയോ സ്റ്റോറിയിലൂടെയോ ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ നമ്മൾ സ്റ്റോറിയിലൂടെ കുട്ടികളെ ലെറ്റർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന സ്റ്റോറിയിലെ ക്യാരക്ടറിന് A വെച്ചിട്ട് നെയിം കൊടുക്കണം. അനു എന്ന് കൊടുത്തു. അനു ഒരു ദിവസം പാർക്കിൽ പോയിട്ട് അനു സ്ലൈഡിൽ കയറാൻ തീരുമാനിച്ചു. അനു സ്ലൈഡിൽ കയറാൻ പോവാണേ. അനു എങ്ങനെയാണ് സ്ലൈഡിൽ കയറുക? എങ്ങനെ മക്കൾ കയറൽ? എങ്ങനെയാണ് കുട്ടികൾ കയറലെന്ന് ചോദിക്കുക. എന്നിട്ട് പാർക്കിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റോറിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇതുപോലെ കയറി ഇതുപോലെ താഴേക്ക് വന്നപ്പോൾ അനു വീണു. അനുദാ ഇതുപോലെ വീണിട്ട് കരഞ്ഞു. എങ്ങനെയാ കരഞ്ഞേ? സൗണ്ട് ഉണ്ടാക്കി. എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കിയത് ചോദിച്ചിട്ട് ഒരു 4 ടൈംസോ 5 ടൈംസോ ആ സൗണ്ട് അങ്ങനെ അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്നിട്ട് പറയാം, സ്ലൈഡ് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്കിലുള്ള ആളുകളെ അതിൻ്റെ മിഡിലായിട്ടൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. ഒരു സ്ലീപ്പിംഗ് ലൈനും വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ A റെഡിയായി. ഇനി നമുക്കിതിൻ്റെ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. A എന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേബി ലെറ്റർ ഉണ്ട്. ബേബി ലെറ്ററും മാമ ലെറ്ററും ഒരു ദിവസം പഠിപ്പിക്കുന്നതാണ് ബെറ്റർ. അടുത്തത് ബേബി ലെറ്ററാണ്. ബേബി ലെറ്ററിനെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റോറിയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഡോട്ട്സ് ഇട്ടിട്ട് പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഡോട്ട്സ് കുറച്ച് വലുതാക്കി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ റൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. മാമ ലെറ്ററിനെ അപേക്ഷിച്ച് ബേബി ലെറ്റർ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ റൈറ്റിങ്ങിന് നല്ല ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് A എഴുതാൻ നല്ല ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് അവരുടെ ബുക്കിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബുക്കിൽ എന്തൊക്കെയാണോ എൻ്റെ കൂടെ പഠിക്കാനുള്ളത് അത് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് കാർഡ്സ് യൂസ് ചെയ്യാം. ആൽഫബറ്റ് കാർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. കാർഡ്സ് നമ്മൾ തനിയെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കാരണം കാർഡ്സിൽ നമുക്ക് ബുക്കിൽ തന്നെ വരുന്ന പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും.